ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി തിരക്കായിപ്പോയി. ഓർഡറൊക്കെ കുറച്ച് അധികം ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ടൊക്കെ വരുമ്പോൾ രാത്രി അവരുടെ ഞാൻ ഷോർട്ട്സ് വീഡിയോകളൊക്കെ പറയാറുണ്ടല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ഒക്കെ എങ്ങനെ പോയി എല്ലാവർക്കും? എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, സുഖമില്ലായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് കഴിഞ്ഞു. അപ്പോൾ രാത്രി ഞാൻ വിചാരിച്ചു കുറച്ച് ബീഫും കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉച്ചത്തേക്ക് ചിക്കനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഉഷാറായപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ ബിരിയാണി എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കപ്പ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫിന് 1 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് 1 കിലോ കപ്പ. പിന്നെ ഉള്ളി ലാസ്റ്റ് താളിച്ചൊഴിക്കാനായിട്ടാണ്. പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. പൊടികളൊക്കെ ഇടാനായിട്ട് ഞാൻ ഈ ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രം ചെറിയൊരു കുറച്ച് മതിയുള്ള അളവിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഈ ടേബിൾ സ്പൂണ് 1 സ്പൂൺ ഇടും. നോർമൽ മുളക് പൊടി 3/4 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. 3/4 സ്പൂൺ ഇട്ടാൽ മതി. നല്ല എരിവുണ്ടാവും. ഞാൻ കുറച്ച് കുറവായിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വലിയ 2 സവാള ഇതിലേക്കിടണം. പിന്നെ 2 തക്കാളി, പിന്നെ പച്ചമുളക് 2 ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ഫുൾ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളും കുറച്ച് ഉപ്പും കറിവേപ്പിലയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ബീഫിൽ 1 hour മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് മുങ്ങിക്കിടക്കാനുള്ള അത്ര വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. റീസൺ എന്താണെന്ന് വെച്ചാൽ കപ്പ ഈ ബീഫിൻ്റെ വെള്ളത്തിൽ വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ബീഫ് ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണേ. ഇതിലെ വെള്ളമൊക്കെ കുക്കറിൽ തന്നെ ഇരിക്കട്ടെ. ഇതിലെ ബീഫ് മാത്രം മാറ്റിയെടുക്കാം. ായിട്ട് കുറച്ച് കറിയിടാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് 2 ചെറിയ കഷ്ണം പട്ടയും ഒരു 2-3 ഗ്രാമ്പും ഇടാം. ഒരു 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം. ചില്ലി ഫ്ലേക്സ് ഒരു 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു ചെറിയ ബൗള് ഉള്ളി ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി 1 ടേബിൾ സ്പൂൺ ബീഫ് ഉലർത്ത മസാല ഉണ്ട്. ഉലർത്ത മസാല അത് ഇടാം കേട്ടോ. ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം
മസാലയും കൂടി ഇട്ട് ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഉള്ളി താളിച്ചതിലേക്ക് ഇടാക്കണം. ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് മൂടി വെക്കാം കേട്ടോ. ഈ ടൈമിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, തീർന്നു പോയി. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഇറക്കി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ടേസ്റ്റിനും എരിവിനും ആവശ്യമായ കുരുമുളക് പൊടി ഇട്ടോട്ടോ. എനിക്ക് എരിവൊക്കെ ഇഷ്ടമാണ്. അത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ സ്റ്റൈലിൽ കപ്പ ബിരിയാണി എങ്ങനെയാ വെച്ചാൽ ഞാൻ കാണിച്ചു. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം.